ഹായ് ഡിയർ ഫ്രണ്ട്സ്, ശ്യാമമാധവത്തിലേക്ക് സ്വാഗതം. ഇത്തവണ ഗുരുവായൂർ പോയത് ഒരു വ്ളോഗായി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലെയുള്ള യാത്രാവിശേഷങ്ങൾ ഇനിയും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ കായംകുളത്ത് നിന്ന് ട്രെയിൻ കയറി നേത്രാവതി എക്സ്പ്രസ്സിലാണ് പോയത്. ട്രെയിൻ യാത്രയിൽ മക്കളെല്ലാം വളരെ സന്തോഷത്തിലായിരുന്നു. ട്രെയിനിൽ വെച്ച് അവർക്ക് 1-2 കൂട്ടുകാരെയും കിട്ടി. പുറത്ത് നല്ല മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ട്രെയിൻ യാത്ര. കേരളത്തിൽ ഇപ്പോൾ നല്ല മഴയാണ്. പല സ്ഥലങ്ങളിലും വെള്ളം കയറി മിന്നൽ പ്രളയമൊക്കെയാണ്. ഏതായാലും ഞങ്ങളുടെ യാത്രയ്ക്ക് അതൊന്നും ഒരു തടസ്സമായില്ല. ഞങ്ങൾ തൃശ്ശൂർ ഇറങ്ങിയപ്പോൾ മഴ ഒരുവിധം തോർന്നിരുന്നു. തൃശ്ശൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് ബസ്സിലായിരുന്നു ഞങ്ങളുടെ യാത്ര. ബസ്സിൽ പോകുന്ന സമയത്ത് വീണ്ടും ചെറിയ ചാറ്റൽ മഴ തുടങ്ങി. ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു രാവിലത്തെ ബസ് ട്രിപ്പ് ഗുരുവായൂർ വരെ എത്താൻ പറ്റിയില്ലെന്ന്. റോഡ് മുഴുവൻ വെള്ളം കയറി കിടക്കുകയായിരുന്നു. സത്യത്തിൽ ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്കും ചെറിയ ടെൻഷനായിപ്പോയി. ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട്, അതിനാൽ വെള്ളം ഇറങ്ങി കാണുമെന്ന് പറഞ്ഞു. ഏതായാലും ഒരു തടസ്സവുമില്ലാതെ ഗുരുവായൂർ എത്തിച്ചേർന്നു. റൂം നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമിൽ ചെന്ന് ഫ്രഷായി ഉടനെ തന്നെ അമ്പലത്തിൽ തൊഴാനായി ഇറങ്ങി. ആ സമയത്ത് ഫോൺ എടുത്തില്ല. ക്ലോക്ക് റൂമിൽ ഫോൺ വെച്ചിട്ടേ അമ്പലത്തിനുള്ളിൽ കയറാൻ പറ്റൂ. ക്ലോക്ക് റൂമിലാണെങ്കിൽ നല്ല തിരക്കും ക്യൂവും. അതുകൊണ്ട് ഫോൺ റൂമിൽ തന്നെ വെച്ചു. അതുകൊണ്ട് ആ സമയത്തെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വൈകിട്ട് ഞങ്ങൾ ഗുരുവായൂർ തൊഴുതിട്ട് മമ്മിയൂർ അമ്പലത്തിലും തൊഴുതു. രാവിലെയും ഗുരുവായൂരും മമ്മിയൂരും തൊഴുതു. ആ സമയത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള രുദ്രതീർത്ഥക്കുളം. രുദ്രൻ എന്നാൽ പരമശിവനാണ്. ശിവൻ്റെ സാന്നിധ്യം ഉള്ളതിനാലാണ് ഇതിന് രുദ്രതീർത്ഥമെന്ന് പേര് വന്നത്. രുദ്രതീർത്ഥക്കുളം നിറഞ്ഞു കിടക്കുകയാണ്. അതിലെ വെള്ളമിടയ്ക്ക് പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയുന്നുണ്ട്. അമ്പലത്തിൽ എഴുന്നള്ളിക്കുന്ന ആനകളെ തളയ്ക്കുന്ന സ്ഥലമാണിത്. ഇന്നലെ വൈകിട്ട് ശീവേലിക്കുള്ള 3 ആനകൾ ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ ഇവിടെ ആനകളെ ഒന്നും കാണുന്നില്ല. ശീവേലിക്കുള്ള ആനകളെ വൈകിട്ട് മാത്രമേ ഇവിടെ കൊണ്ടുവരികയുള്ളെന്ന് തോന്നുന്നു. അകത്തെ ഉണ്ണിക്കണ്ണനെ കാണുമ്പോൾ ഉണ്ടാകുന്ന അതേ സന്തോഷം തരുന്ന കൂവളം, അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. കുറച്ചു സമയം ഞങ്ങൾ അമ്പലത്തിൻ്റെ മുറ്റത്തെല്ലാം നടന്നു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. കുറച്ചു സമയം ഡാൻസൊക്കെ കണ്ട് അവിടെ ഇരുന്നു. പുറത്തിറങ്ങിയപ്പോൾ അവിടെയുള്ള കടകളിലൊക്കെ ഒന്ന് കയറി. കൊലുസ് കണ്ടപ്പോൾ മാധുവിനും മീനൂട്ടിക്കും കൊലുസ് വേണം. ആ കൂട്ടത്തിൽ ഞങ്ങളും കൊലുസ് വാങ്ങി. ഇപ്പോൾ ഞങ്ങൾ കയറിയ ഈ കടയിലെ സ്പെഷ്യൽ ഐറ്റം കുപ്പിവളകളാണ്. കടയിൽ നിറയെ കുപ്പിവളകൾ, പല കളർ പല ഡിസൈനൊക്കെയുള്ള വളകളുണ്ട്. മഞ്ജുളാലിൻ്റെ തൊട്ടടുത്തുള്ള കടയാണിത്. ഗുരുവായൂരപ്പൻ്റെ ഭക്തയായിരുന്ന മഞ്ജുള എന്ന പെൺകുട്ടിയുടെ ഓർമ്മയ്ക്കായാണ് ഈ ആൽത്തറയ്ക്ക് മഞ്ജുളാൽ എന്ന പേര് ലഭിച്ചത്. മഞ്ജുളാലിനെ തൊഴുത് വീണ്ടും ക്ഷേത്രത്തിലേക്ക്. ഇത് ഗുരുവായൂർ ദേവസ്വം ബുക്ക് സ്റ്റാളാണ്. ഇവിടെ നിന്ന് 1-2 പുസ്തകങ്ങൾ വാങ്ങി. അവിടെ നിന്നിറങ്ങി മുകളിലേക്ക് ചെല്ലുമ്പോൾ DC ബുക്സിൻ്റെ പുസ്തക ചന്ത. ഒരുപാട് ബുക്സ് ഉണ്ട് ഇവിടെ. നോവലുകളും കവിതകളും പുരാണ പുസ്തകങ്ങളും ഒക്കെ. മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെയുള്ള ബുക്കുകൾ ഇവിടെയുണ്ട്. ബുക്സ് വായിക്കാനും വാങ്ങാനും ഒക്കെ ഇഷ്ടമുള്ളവർ ഇനി ഗുരുവായൂർ വരുമ്പോൾ ഇവിടെയും കയറണം. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ മരപ്രഭുവിനെ തൊഴുതു. ഗുരുവായൂരപ്പനെ ഒരു വലിയ പേരാലിൻ്റെ രൂപത്തിൽ സങ്കല്പിച്ചിരിക്കുന്നതാണ് ഈ മരപ്രഭു. ഇതിൻ്റെ കഥ എന്തെന്ന് വെച്ചാൽ, ഒരിക്കൽ ഭക്തനായ പൂന്താനം നമ്പൂതിരി പത്മനാഭോ അമരപ്രഭു എന്നത് അബദ്ധത്തിൽ പത്മനാഭോ മരപ്രഭു എന്ന് പറഞ്ഞു. മരപ്രഭു എന്നാൽ മരങ്ങളുടെ പ്രഭു. ഇത് കേട്ട് പണ്ഡിതനായ മേൽപ്പത്തൂർ അദ്ദേഹത്തെ പരിഹസിച്ചു. എന്നാൽ പെട്ടെന്ന് ശ്രീകോവിലിൽ നിന്ന് ഞാൻ മരപ്രഭുവും അമരപ്രഭുവാണെന്ന് അശരീരിയുണ്ടായി. ഇതാണ് വിശ്വാസം. മാധവും മീനുവും കൂടി അവിടെ വെച്ച് റീൽസൊക്കെ ചെയ്തു. വൈകിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ ഇറങ്ങി.
ബസ്സിലാണ് തൃശ്ശൂർ വരെ വരുന്നത്. അവിടെ നിന്നും വന്ദേ ഭാരതിൽ. വന്ദേ ഭാരത് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിൽ കയറുന്നത്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു വന്ദേ ഭാരതിൽ കയറണമെന്നുള്ളത്. അതേതായാലും ഇപ്പോൾ സാധിച്ചു. വന്ദേ ഭാരതിൻ്റെ ആംബിയൻസ് ഒരു ഫ്ലൈറ്റിലേതുപോലെ വളരെ മികച്ചതാണ്. ശരിക്കും നല്ലൊരു ലക്ഷറി ഫീൽ തരുന്നു. ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്ത വൃത്തിയുള്ള നല്ല ശാന്തമായ അന്തരീക്ഷം. ഇതിലെ വിൻഡോസ് എല്ലാം മറ്റു ട്രെയിനിനെ അപേക്ഷിച്ച് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകളൊക്കെ ഇതിൻ്റെ ഗ്ലാസ് വിൻഡോയിലൂടെ നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ദേവൂട്ടന് ഇവിടെ വെച്ചും ഒരു പുതിയ കൊച്ചു കൂട്ടുകാരനെ കിട്ടി. 4-5 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരേണ്ട ദൂരം വന്ദേ ഭാരതിൽ 2 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരും. അത്രയ്ക്ക് സ്പീഡാണ്. 2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നും ചെങ്ങന്നൂരെത്തി. ഞങ്ങളെ പിക്ക് ചെയ്യാൻ സേതുചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. വരുന്ന വഴി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ശ്യാമമാധവത്തിലെ ഈ കൊച്ചു യാത്രാ വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.